ഈശോയിൽ പ്രിയപ്പെട്ട സൗരങ്ങളെ, നല്ലൊരു ദിവസം നമുക്കുണ്ടായി. ഇന്ന് രാത്രി നമ്മൾ സമാധാനത്തോടെ ഈശോയിൽ വിശ്രമിക്കാൻ വേണ്ടി പോവാണ്. നിങ്ങളായിട്ട് ഇന്നൊരു കുഞ്ഞ് സംഭവം ഒന്ന് ഷെയർ ചെയ്യാണ്. സംഭവം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ബൈബിളിലെ ഒരു കുഞ്ഞു കാര്യമാണ്. 2 ദിനവൃത്താന്തം 20-ാമത്തെ അധ്യായത്തിലാണ്, 2 Chronicles chapter 20. അവിടെ ഒരു വലിയ സംഭവം ഇങ്ങനെ നടക്കുകയാണ്. രാജാവും പരിവാരങ്ങളും ഒക്കെ വലിയ ടെൻഷനിലാണ്. ആൾക്കാരെല്ലാം പള്ളിയുടെ ചുറ്റും പള്ളി അങ്കണത്തിലൊക്കെ വന്ന് ചേർന്നിട്ടുണ്ട്. ആൾക്കാർ ഉപവസിച്ചൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താണെന്നറിയോ, വലിയൊരു യുദ്ധം വരാൻ പോവാണ്. യുദ്ധത്തിൻ്റെ പെരുമ്പറ മുഴങ്ങി. എന്നെ ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയത്തില്ല. അവർ മന്ത്രിമാരുണ്ട്, പുരോഹിതന്മാരുണ്ട്, രാജാവുണ്ട്, എല്ലാവരും ചാക്കൊടുത്ത് ചാരം പൂജി ഉപവസിച്ച് ദേവാലയാങ്കണത്തിൽ വന്ന് ചേർന്നിരിക്കുകയാണ്. പക്ഷെ അവർക്ക് ഉള്ളിൽ ഭയങ്കരമായിട്ട് സ്ട്രെസ്സാണ്. എന്നെ ചെയ്യേണ്ടതെന്ന് പിടികിട്ടുന്നില്ല. വലിയൊരു ശത്രു സൈന്യം വന്ന് നിൽക്കുകയാണ്. 4 നാട്ടുരാജാക്കന്മാർ ഒരുമിച്ച് ഇവരെ ആക്രമിക്കാൻ വേണ്ടി, ഈ യൂദാഭവനത്തെ ആക്രമിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. എന്നാ ചെയ്യും? നമുക്കിപ്പോൾ ഒരു ദിവസത്തെ ഇന്ന് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഇന്നൊരു ദിവസം പൂർത്തിയാക്കി. ചിലപ്പോൾ വളരെ കൂളായിട്ട് വളരെ സമാധാനമായിട്ട് ഈ ദിവസം പൂർത്തിയാക്കാൻ പറ്റിക്കാണ്. പക്ഷെ ചിലർക്ക് പക്ഷേ ഒത്തിരി സ്ട്രഗിൾസ്, 1, 2, 3 സ്ട്രഗിൾസ് ഒക്കെ ഒരുമിച്ച് ഇങ്ങനെ മനുഷ്യരിൽ നിന്നോ സാഹചര്യങ്ങളിൽ നിന്നോ ചിലപ്പോൾ ആരോഗ്യ പ്രശ്നമൊക്കെ കാരണമായിരിക്കാം ഇങ്ങനെ നമ്മളിട്ട് ഞെരുക്കി വീർപ്പ് മുട്ടിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടായിരിക്കും ഇന്ന് രാത്രി ചിലപ്പോൾ ആ ഒരു സങ്കടത്തോടെ വിഷമത്തോടെയൊക്കെ പോയി കിടക്കണത്. നിങ്ങൾ ഈ വചനഭാഗം ഒന്ന് വായിക്കണം. 2 ദിനവൃത്താന്തം 20-ാമത്തെ അധ്യായത്തിൽ അവരിങ്ങനെ ഈ ഒരു യുദ്ധത്തിൻ്റെ സാഹചര്യം വന്ന് നിൽക്കുന്ന സമയത്ത് അവസാനം ഒരു നല്ല പ്രാർത്ഥന നടത്തുന്നുണ്ട്. എന്താണെന്നറിയോ? കർത്താവേ, ഞങ്ങൾക്കെതിരെ വരുന്ന ശത്രുക്കളെ നേരിടാൻ ഞങ്ങൾക്ക് ശക്തിയൊന്നുമില്ല. 12-ാമത്തെ വാക്യത്തിലാണേ, ഞങ്ങൾക്ക് ഒരു ശക്തിയില്ല, വി ആർ വീക്ക്. പക്ഷേ ഞങ്ങൾക്കൊരു കാര്യം അറിയാം, ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു, വി ട്രസ്റ്റ് ഇൻ യു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ചില സമയത്ത് ഇങ്ങനെയില്ലേ, എന്നെ ചെയ്യേണ്ടത് ഒരു പിടിയും കിട്ടാത്ത സമയങ്ങൾ വരില്ലേ? നമ്മൾ പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞ ആൾക്കാർ, നമ്മൾ പ്രാർത്ഥിച്ചു, നമ്മൾ വചനം വായിച്ചു, ആൾക്കാരിൽ നിന്ന് സഹായമൊക്കെ കിട്ടി. പക്ഷേ ഈ ഒരു സ്ട്രെസ്സ് മാറുന്നില്ല, ഒരു സങ്കടം മാറുന്നില്ല, ഇതിനെ അതിജീവിക്കാൻ പറ്റണില്ല. നമുക്ക് വളരെ വിശ്വാസത്തോടെ ഈ യഹൂദജനം പ്രാർത്ഥിച്ച പോലെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റണം. കർത്താവേ, എനിക്കെതിരെ വരുന്ന ഈ ഒരു പ്രശ്നത്തെ, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ ഒരു ടാസ്ക്, എൻ്റെ മുമ്പിൽ ഇന്ന് എൻ്റെ ഉറക്കം കളയുന്ന ഈ സംഭവത്തെ എങ്ങനെ അതിജീവിക്കണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഐ നോ വൺ തിങ്, ദാറ്റ് ഐ ട്രസ്റ്റ് ഇൻ യു. ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു, ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു. ഒരു ഉത്തരവും കിട്ടുന്നില്ല, ഒരു പിടിയും കിട്ടുന്നില്ല, അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. നമുക്കറിയാവുന്ന ഒറ്റ കാര്യമുണ്ട്, ഈശോ ഇവിടെ ഉണ്ടെന്നും ആ ഈശോയിൽ ഞാൻ ആശ്രയിച്ചാൽ, ഈശോ ട്രസ്റ്റ് ചെയ്താൽ അടുത്തൊരു ദിവസവും കൂടെ അതിജീവിക്കാൻ ഈശോ എനിക്ക് കൃപ നൽകുന്നു. നമ്മളെ മുന്നോട്ട് നയിക്കേണ്ട ഏറ്റവും വലിയ പ്രത്യാശ വിശ്വാസം അതാണ്. ഈശോ നമുക്ക് വേറെ ഒന്നും അറിയത്തില്ല. ബട്ട് വി നോ വൺ തിങ്, ഒരു കാര്യം ഞങ്ങൾക്കറിയാം, വി ട്രസ്റ്റ് ഇൻ യു. നാളെ പഠിക്കാനുണ്ട്, നാളെ ജോലി ചെയ്യാനുണ്ട്, ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു. വേറെ ഒന്നും ചെയ്യാൻ എനിക്ക് അറിയത്തില്ല ഈശോയെ, വേറെ ഒരു സഹായം എനിക്ക് കിട്ടുന്നില്ല. ഐ ട്രസ്റ്റ് ഇൻ യു. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഈ വചനഭാഗം മുഴുവനായിട്ട് വായിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കുക. ഒപ്പം തന്നെ സങ്കീർത്തനം 57:2 വചനം നമുക്കറിയാവുന്നല്ലേ, വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം ഞാൻ അങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ അഭയം പ്രാപിക്കും. നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ അറിയത്തില്ലാത്തൊരു സിറ്റുവേഷൻ, ഒരു പിടിയും കിട്ടാത്തൊരു സിറ്റുവേഷൻ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം, നമുക്ക് അറിയാവുന്ന ഒരു കാര്യം ഇതാണ്, നമുക്ക് ഈശോയിൽ ആശ്രയിക്കാം. ട്രസ്റ്റ് ഇൻ ഹിം. ഇന്ന് രാത്രിയിൽ സമാധാനമായിട്ട് കിടന്നുറങ്ങുക. വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകണം, ഈശോയുടെ ചിറകിൻ്റെ കീഴിൽ, ഈശോയുടെ സ്നേഹത്തിൻ്റെ തണലിൽ അഭയം പ്രാപിക്കുക. കർത്താവ് നിങ്ങൾക്ക് സമാധാനമായിട്ട് മാറട്ടെ. അനുഗ്രഹത്തിൻ്റെ ഒരു രാത്രിയും അഭിഷേകത്തിൻ്റെ ഒരു ദിവസവും നാളെ ഉണ്ടാവട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.